ലോകത്തെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകളുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം വിചാരിക്കുക അത് അമേരിക്കയായിരിക്കും, അല്ലെങ്കിൽ റഷ്യയായിരിക്കും, അല്ലെങ്കിൽ ചൈനയായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെസ്റ്റേൺ കൺട്രീസ് ആയിരിക്കും എന്നൊക്കെയാണ്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഇന്ത്യ തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജുകളുള്ള രാജ്യം. അതായത് ഏകദേശം 780 മെഡിക്കൽ കോളേജുകളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ളത്. അതുപോലെ മെഡിക്കൽ MBBSന്റെ സീറ്റുകൾ നോക്കിയാലും അതിലും ഒന്നാം സ്ഥാനം ഇന്ത്യ തന്നെയാണ്. ഏകദേശം 1,18,000 MBBS സീറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഓരോ വർഷവും 1.25 ലക്ഷത്തോളം ഡോക്ടർമാർ നമ്മുടെ രാജ്യത്ത് പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യ പോലെ തന്നെ 140 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന. ആ ചൈനയിൽ നമ്മുടെ പകുതി പോലും മെഡിക്കൽ കോളേജുകളില്ല. അവർക്കതിൻ്റെ ആവശ്യവുമില്ല. തുടർന്ന് 3, 4, 5 സ്ഥാനങ്ങളിൽ റഷ്യ, ബ്രസീൽ, അതുപോലെ അമേരിക്ക എന്നീ രാജ്യങ്ങളൊക്കെയാണ്. എന്നാൽ ഇന്ത്യയുടെ പകുതി പോലും മെഡിക്കൽ കോളേജുകളും MBBS സീറ്റുകളും ഇല്ലാത്ത ചൈനയിൽ ചികിത്സാ സംവിധാനത്തിന് ഒരു പോരായ്മയുമില്ല. നമ്മെക്കാൾ നല്ല നിലവാരമുള്ള വൈദ്യ ചികിത്സ അവിടെ ലഭ്യമാണ്. പക്ഷേ ഇത്രമാത്രം മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് നിന്ന് നിരവധി വിദ്യാർത്ഥികളാണ് MBBSന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മഹാഭാരതം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. സത്യത്തിൽ അത് ഒരു അധികപ്പറ്റാണ്, അല്ലെങ്കിൽ ആവശ്യത്തിന് അപ്പുറമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഇത്രമാത്രം MBBS സീറ്റുകളും മെഡിക്കൽ കോളേജുകളുമുള്ള നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ഒരു MBBS പഠനത്തിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഒരു നിലക്ക് നമ്മുടെ രാജ്യത്തിനെ മോശമാക്കലാണ്. അത്രമാത്രം വിദേശ MBBS മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിലധികം MBBS പാസ്സായ ഡോക്ടർമാർ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ട്. സത്യത്തിൽ ഇനി നാം വേണ്ടത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയെപ്പോലെ ജനസംഖ്യയുള്ള ചൈനയിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ പകുതി പോലും മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ സീറ്റുകളും ഇല്ലാതെ വളരെ സുഗമമായി മെഡിക്കൽ മേഖല പ്രവർത്തിക്കപ്പെടുന്നത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ചൈനയിൽ നമ്മുടെ പകുതിക്ക് താഴെ മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ സീറ്റുകളുമുള്ള എങ്കിലും ആ നിലവിലുള്ളവ നമ്മേക്കാൾ വലിയ നിലവാരമുള്ളതാണ്. ഒരു ഉദാഹരണം വഴി തെളിയിക്കാം. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്, ഏറ്റവും നിലവാരമുള്ള മെഡിക്കൽ കോളേജ് ഡൽഹിയിലെ എയിംസ് ആണ്. ഡൽഹിയിലെ എയിംസിൻ്റെ വേൾഡ് റാങ്ക് ആദ്യത്തെ 100-ന് അപ്പുറത്താണ്. അതായത് ലോകത്തെ ഏറ്റവും നിലവാരമുള്ള 100 മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റിൽ നമ്മുടെ ഡൽഹിയിലെ എയിംസ് പോലുമില്ല. എന്നാൽ ചൈനയിലെ നിരവധി മെഡിക്കൽ കോളേജുകൾ ലോകത്തെ ആദ്യത്തെ 100 റാങ്കുകളിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന നമ്മേക്കാൾ നല്ല മികച്ച ഡോക്ടർമാരെ സംഭാവന ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ചൈനയിലെ ട്രഡീഷണൽ മെഡിക്കൽ മേഖല അതിനെ അവിടെയുള്ള ഗവൺമെൻറ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോഡേൺ മെഡിസിൻ്റെ ഒരു ബദലായിട്ട് ചൈനയിലെ ട്രഡീഷണൽ മേഖല നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചൈനയിലെ പരമ്പരാഗത വൈദ്യമേഖലയേക്കാൾ നിലവാരമുള്ളതാണ് നമ്മുടെ ആയുർവേദം. നമ്മുടെ ചരകനും നമ്മുടെ സുശ്രുതനും നമ്മുടെ വാഗ്ഭടനുമൊക്കെ വികസിപ്പിച്ചെടുത്ത ആയുർവേദ ചികിത്സ പുതിയ ഗവേഷണങ്ങളും അതുപോലെ മോഡേൺ മെഡിസിൻ്റെ വശങ്ങളുമൊക്കെ സമന്വയിപ്പിച്ചെടുത്ത് നമ്മുടെ ആയുർവേദ ചികിത്സയെ വികസിപ്പിച്ചെടുത്താൽ ലോകത്ത് തന്നെയുള്ള ഏറ്റവും നല്ല ട്രഡീഷണൽ ചികിത്സ നമ്മുടെ ആയുർവേദമായിരിക്കും. ഇന്ന് നിലവിൽ ഹോമിയ പോലെ, യുനാനി പോലെ ആർക്കും വേണ്ടാത്ത ഒരു ഡെഡ് ബോഡിയായിട്ട് നമ്മുടെ BAMS മാറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ആയുർവേദ ചികിത്സക്ക് നല്ല മികച്ച റിസർച്ചുകളും അതുപോലെ സർക്കാർ പരിഗണനകളുമൊക്കെ ലഭിച്ച് ആയുർവേദത്തിന് നല്ലൊരു പുതിയ ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.